വല്ല തമിഴന്മാരായിരിക്കും എവിടെയെന്ന് വെച്ചിട്ട് പോയി നോക്കി അന്വേഷിച്ചെടുക്കാൻ നമ്മള് വഴി കൂടെ അവന്റെ രണ്ട് കസേര ഉണ്ടല്ലോ കണ്ടറിയാലോ നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാം നമുക്ക് അതെ നിന്റെ അടുത്ത് രണ്ട് ചൂരലിന്റെ കസേര ഉണ്ടല്ലോ എന്ത് അയ്യോ 1/2 മണിക്കൂർ ഒരാൾ വാങ്ങിച്ചോണ്ട് പോയുള്ളൂ. നീ അത് ഇയാളെ വീട്ടിൽ നിന്ന് എടുത്തോന്നാണ് വീട്ടിൽ നിന്ന് കസേര എടുത്തോണ്ടായത് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടല്ലേ എടുത്തോണ്ട് പോയത്. ആരോട് ചോദിച്ചു എപ്പ ചോദിച്ചു ഇവനോടൊന്നും വർത്താനം പറയണ്ട നീയൊക്കെ പിടിച്ച് പോലീസ് എടുത്തേടാ നീ അതൊക്കെ എടുക്ക്. പൊന്ന് ചേട്ടാ ഞാൻ കസേര കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ ചേട്ടാ ചോദിച്ചതാ ഈ കസേര വേണോന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്കാരൊക്കെ വരുന്നതല്ലേ ഇരിക്കാനൊക്കെ കസേര വേണ്ടേ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോയിക്കോളെ. ഞാൻ പറഞ്ഞു വലിയ വീടല്ലേ കസേരയൊക്കെ ആവശ്യമുള്ളതാണ് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പോഴും ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ വേണ്ടാന്ന്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ കൊണ്ടുപോയിക്കോട്ടെ. ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് പോന്നു. അങ്ങനെ പറഞ്ഞ ചോദിച്ചു അങ്ങനെ പറഞ്ഞ പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞേ. പിന്നെ അത് എന്റെ കസേര നിനക്ക് മനസ്സിലായില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണ്. അവൻ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? നിങ്ങളുടെ വീട്ടിൽ വന്നൊരു സാധനം ഞാൻ എടുത്തോട്ടെ എന്ന് വെച്ച് നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്തിനാ കളവ് പറയണ? അങ്ങനെയല്ലടാ എനിക്ക് പറഞ്ഞ വെറുതെ അല്ല നിങ്ങളെ റെസി അതും പറയാം. വണ്ടിക്ക് എന്തൊരു കഷ്ടം എന്താ നമുക്ക് കാണിക്കണം. ഒരാടെ മുതലെടുത്തോണ്ടായിട്ട് അവൻ പറയണ മര്യാദയാണ്. വീട്ടിൽ വന്ന് കട്ട കൊണ്ടുപോയിട്ട് പിന്നെ ജാതി വർത്താനം ചേട്ടാ അങ്ങനെ കട്ടെന്ന് പറയല് അങ്ങനെ കട്ടെന്ന് തന്നെ പറയല്. ചേട്ടാ ഇത് കണ്ടോ വലിയ വലിയ വീട്ടിലെ ചെരുപ്പുകളാണ്. ഞാൻ അവിടുത്തെ ഈ ചെരുപ്പ് വേണോന്ന് ചോദിക്കുമ്പോൾ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടി എടുത്തോണ്ട് വരുന്ന ചെരുപ്പുകളാണ്. എത്ര ആൾക്കാർ പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ മോട്ടിച്ചോണ്ട് വിൽക്കുന്ന കേട്ടാ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ മാന്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കസേര വേണോന്ന് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോക്കാളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ കൊണ്ടുവന്നത്, അല്ല മോട്ടിച്ചെന്ന് മാത്രം പറയല്ലേ. അവൻ പറയണേലും മര്യാദ ഉണ്ട്. കട്ടോണ്ടായിട്ട് പിന്നെ വലിയ വർത്താനം ചോദിച്ചാ നീ മിടുക്കനാകണ്ട. നമ്മുടെ കൂട്ടുകാരനൊരു അബദ്ധം പറ്റിയതാണ്. പിടിച്ചോളാട്ടാ. അതിന്റെ ദേഹത്ത് പിടിക്കൂലേ തെറ്റാണ് കേട്ടോ. ചെരുപ്പ് സംഗതി അങ്ങനെയായിരുന്നു രമ്പി. ഇത് ഇവിടെ പിന്നാടി ഇപ്പടി ഇട്ട് ഇവിടെ ഇങ്ങൊരു ടീപ്പ് കൂടെ അതുപോലെ വാങ്ങണം. മല്ലികേ എങ്ങനെയുണ്ട്? അയ്യോ കസേര കിട്ടിയോ? കസാര കിട്ടിയോന്നോ? അതിനെന്താ കസാര വാങ്ങിക്കാൻ പറഞ്ഞോ നീ? ഇല്ല ഇത് അത്രയും കേട്ടോ. റസിയ റസിയ എന്താണ് എടി റസിയ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ എന്താണ് ഈ അന്റെ കസേര കിട്ടി? കസേര സന്തോഷം പോലെ കാവിച്ചു കൊടുക്കുന്നു. ഇത് അവിടുന്ന് റോഡിന്ന് അവിടെ കച്ചവടം ചെയ്യണ്ടായിരുന്നു. അവിടുന്ന് വാങ്ങിച്ചത് ഇത് അളിയ വാങ്ങിച്ചതാണ്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങണത്. നിങ്ങൾ വെറുതെ കള്ളം പറയട്ടോ. ഇത് ഇന്റെ കാണാതെ പോയ കസേരയാണ്. ഇതാ നോക്ക്, ഇതാണോ പുതിയ കസേര? ഇതാ അവിടെ വിട്ടിരിക്കണ നോക്ക്. ഇത് ഓളം തന്നെയാ. അല്ല പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് ഇതാ ഞാൻ വാങ്ങണേ കാശ് കമ്മിക്ക്. വെറുതെ ഓരോ കഥ പറയുന്നത്. വാസട്ടിയുടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുതാ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇതൊന്ന് ആണി അടിച്ച് ശരിയാക്കണം എന്ന്. നോക്ക് കണ്ട അളിയ ഇത് ശരിക്കും റസിയുടെ കസേര തന്നെയാണ് കേട്ടോ. എന്റേതാണ്. അതേമാതിരിയൊക്കെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിക്കാൻ നോക്കി. കസേര കിട്ടി. കസേര കിട്ടിയാ കിട്ടിയതായിരിക്കണേ. അതെ പരികുട്ടിയെ ഞങ്ങള് വരണ വഴി റോട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആ വാസൂട്ടി ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് അവനെ. പാടത്തോനെ അപ്പൊ അവൻ നിങ്ങൾക്ക് അത് തന്നല്ലേ? തന്നതല്ലേ അവന്റെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങണം. പാടത്തോ കാത്ത് കിട്ടിയാലോ കസേര കിട്ടിയല്ലോ. അല്ല എന്നിട്ട് ഈ കസേര എങ്ങനെ അതെ ഞങ്ങൾ ഓനെ പിടിച്ച് അവനെ കണ്ടു വഴിയുന്നേ.
അപ്പൊ ചെന്നപ്പോ അവൻ പറയാണ് ഞാൻ ഇതാണ് സാധാരണ പതിവ്, ഞാൻ വീട്ടിൽ കയറിയിട്ട് സാധനം എടുത്താൽ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോന്ന്. ഇല്ല എന്ന് പറയുമ്പോ ഞാൻ അത് എടുത്തിട്ട് ആർക്കെങ്കിലും വെക്കുന്നത്. അപ്പൊ അവരിന്ന് ചെരുപ്പ് വെക്കുക എവിടുന്ന് കൊടുത്തത്. അത് അങ്ങനത്തെ ഒരാള്. ഇവൻ ആരാടാ അവനെ ചാളക്കുട്ടിക്ക് നോക്കി കൊടുക്കണ്ടായിരുന്നു. പിന്നെ എന്താ അവന് ഇത്തിരി അസുഖം ഉണ്ടോന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ ഇങ്ങനെ ഞാൻ പിടിച്ചോണ്ട് പോകുന്നതാണ്. പോയത് പോയി, പിന്നെ കിടന്ന് അലമ്പണ്ടാക്കിട്ട് കാര്യമില്ല. എന്തായാലും കിട്ടിയാലോ. അങ്ങനെ കിട്ടിയതല്ല ബൈ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങണത്. എന്തായാലും ഇത് എങ്ങോട്ടും പോവില്ല. ഇന്റെ വാപ്പാന്റെ മുതലാണ്, സത്യമുള്ള മുതലാണ്. എവിടെ പോയാലും ഇന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തൂ. പരീക്കാനെ പോലെ തന്നെ പരീക്കാതെ കസേര എവിടെ പോയാലും റസിയാനെ പിടിച്ച് കറങ്ങി எங்க கொண்டு போறது அங்க போய் இது நான் காசு கொடுத்து வாங்கினது. இதுல நான் வந்து பாரு, இப்படி இருக்கும், இப்படி இருக்கும், பாரு இப்படி இருக்கும். ഇതിപ്പോ ആ കോലായി കിടന്നാലും നിനക്ക് എപ്പടി വേണാലും ഇരിക്കാല. ആ കോലയിൽ ഞാൻ அப்படி കിടക്കണോനാ இந்த കസാര അങ്ങ് പോകണമല്ലേ, அதுக்கு എനിക്ക് 1000 രൂപ കൊടുക്കണം. എന്ത് 1000 രൂപ? 1000 രൂപ തന്നാ കസാര, ഇല്ലെങ്കിൽ இந்த കസാര ദൊരയുടെ കസാര. ഇതിനാ